നമുക്ക് ആദ്യം റോഷി പാലിൽ നിന്ന് തന്നെ തുടങ്ങാം. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. ഇന്ന് വെടിപൊട്ടും, ഇന്ന് പുക വരും. നമ്മൾ ഡൽഹിയിൽ പുക വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പുക വരുന്നത് ഇന്ദിരാഭവനിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ദിരാഭവനിൽ ഇനിയിപ്പോൾ ഇന്നു മുതൽ രാവിലെ തന്നെ പ്രവർത്തകരൊക്കെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പതിവിന് വിപരീതമായി രാവിലെ തന്നെ എല്ലാ ദിവസവും റോഷിയാണ് പോയി ഇന്ദിരാഭവന്റെ വാതിൽ തുറക്കുന്നത്, ഗേറ്റ് തുറക്കുന്നത്. ഇന്ന് എനിക്കൊന്ന് മറ്റു മാധ്യമ പ്രവർത്തകരും കൂടി റോഷിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് റോഷിയും മറ്റു മാധ്യമ പ്രവർത്തകരും കൂടിയാണ് ഇന്ദിരാഭവന്റെ ഗേറ്റ് തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് റോഷിപാൽ ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിൽ ചെന്ന് ലൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇന്ന് സംഭവിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റോഷിപാൽ, എങ്ങനെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഏതു രീതിയിലായിരിക്കും റോഷിപാൽ, ആരായിരിക്കും പ്രഖ്യാപിക്കുക? ഇവിടെയാണോ ഡൽഹിയിലാണോ റോഷി? അരുൺകുമാർ, ഇന്നും ഞാൻ തന്നെയാണ്. ഞാനിന്ന് 6 മണിക്ക് ഇവിടെ എത്തി. ആ സമയത്ത് മറ്റു മാധ്യമ പ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് ഉണ്ടായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ഇന്ന് അവർ ഗേറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. പക്ഷേ അകത്തുണ്ടായിരുന്ന ഇവിടെയുള്ള സെക്യൂരിറ്റി ചുമതലയുള്ള ജീവനക്കാരൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ഇന്നലെയും രാവിലെ ഇന്നും രാവിലെ നിങ്ങളെയാണല്ലോ കണി കാണുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് വെടിയും പുകയും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പുക പ്രതീക്ഷിക്കുന്നുണ്ട്. വെളുത്ത പുക. അത് 1 മണിയോടെയായിരിക്കും. AICCയുടെ നിരീക്ഷകർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന സന്ദേശം KPCC അധ്യക്ഷൻ ലഭിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ദീപാദാസ് മുൻഷി രാവിലെയോടെ തന്നെ തലസ്ഥാനത്ത് എത്തിച്ചേരും. അങ്ങനെ AICCയുടെ നിരീക്ഷകർ ആരാണ് വരുന്നത് എന്ന് വ്യക്തമായ സന്ദേശം ലഭിച്ചില്ല. പക്ഷേ തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അജയ് മാക്കിനും മുഗൾ വാസ്നിക്കും തന്നെ ആയിരിക്കുമോ എന്ന് അല്പസമയത്തിന് തന്നെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ 3 ഹൈക്കമാൻഡ് പ്രതിനിധികളാണ് ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് പങ്കെടുക്കുക എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. 1 മണി കൃത്യം ഈ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് മുഴുവൻ MLA മാരും 63 MLA മാരും എത്തിച്ചേരും. ആ 63 MLA മാർ അവിടെ യോഗം ചേർന്ന് ആ യോഗത്തിൽ ഈ സീൽഡ് കവറിലുള്ള വിവരം അത് വായിക്കും. അത് നിരീക്ഷകരായിരിക്കും അറിയിക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവെന്നത്? 3 പേരുകളുണ്ട്. അതൊന്ന് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ആ 3 പേരും അവരെ അനുകൂലിക്കുന്നവരും ആത്മവിശ്വാസം ഒട്ടും കുറയാതെ കാത്തിരിക്കുകയാണ്. ഇന്നലെ ഭൂരിഭാഗം നേതാക്കളും ഉറങ്ങിയിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അവർ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്, നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് 1 മണിക്കുള്ള പ്രഖ്യാപനം എന്തായിരിക്കുമെന്ന്. ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ എടുത്ത തീരുമാനം അത് ഒരുപക്ഷെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് അപ്പുറത്തേക്ക് ആർക്കും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയായ KC വേണുഗോപാലിനെ ഈ ചർച്ചകളുടെ ഭാഗമാക്കിയിട്ടില്ല. കാരണം KC വേണുഗോപാലും ഈ റേസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് KC വേണുഗോപാലിന് കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ദില്ലിയിൽ തന്നെ KC വേണുഗോപാൽ തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ പറയുന്നത്. കൃത്യമായ ഒരു സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലേക്ക് വിമാനം കയറും. അങ്ങനെ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാൽ ഒരുപക്ഷെ 3 മണിയോടെ ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ എത്തിച്ചേരും. മറ്റ് 2 പേരും ഇപ്പോൾ തലസ്ഥാനത്ത് ആ സമയത്തുണ്ടാകും. ഇപ്പോൾ വഴുതക്കാട്ട വസതിയിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ആരായിരിക്കുമെന്ന് ഒരു വ്യക്തതയുമില്ല. പക്ഷേ ഇതിലൊരു പാക്കേജ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. കാരണം ആരെയും അവഗണിക്കാൻ പറ്റില്ല. കാരണം 3 നേതാക്കളും ഒന്നിനൊന്നോടെ മെച്ചമാണ്. 3 പേർക്കും മികച്ച ഭരണപാഠവുമുണ്ട്. 3 പേർക്കും മികച്ച നേതൃപാഠവുമുണ്ട്. 3 പേരും കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷ. ഇന്നലെ നമ്മൾ ഇന്ദിരാഭവന്റെ മുറ്റത്ത് കണ്ടതാണ്. ഒട്ടേറെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വൈകിട്ട് രാത്രി വരെ. അതായത് പ്രഖ്യാപനം ഇന്നാണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രവർത്തകരൊന്നും ഇന്ദിരാഭവനിൽ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇന്ദിരാഭവനിൽ ഉള്ളത്. രാവിലെ തന്നെ ഇനി ഏറെ വൈകാതെ മാധ്യമ പ്രവർത്തകർക്കൊപ്പം ഇവിടെ ആഹ്ലാദത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പ്രവർത്തകരെത്തും. അതെല്ലാ അനുകൂലികളും ഉണ്ടാവും. അത് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരും VD സതീശനെ അനുകൂലിക്കുന്നവരും ഒപ്പം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും എല്ലാവരും ഇവിടെ എത്തിച്ചേരും. VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിച്ചേർന്നാൽ എല്ലാ പ്രവർത്തകരും അവിടെ ഉണ്ടാവും. സമാനമായി വഴുതക്കാട് വസതിയിൽ രമേശ് ചെന്നിത്തലയുടെ അനുയായികളും ഉണ്ടാവും. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഭൂരിഭാഗവും ഇന്നലെ ഇവിടെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ക്യാമ്പ് ചെയ്തത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. രാഷ്ട്രീയ കേരളവും സമാനമായ രീതിയിൽ കേരളം ആര് ഭരിക്കും, ഇന്ദിരാഭവനിൽ തന്നെ തുടരുക. ഇന്നും രാവിലെ റോഷി തന്നെയാണ് രാവിലെ ഇന്ദിരാഭവൻ തുറക്കാൻ വന്നത്. ഇന്നലെയും രാവിലെ റോഷിപാൽ തന്നെയാണ് KPCC ആസ്ഥാനത്ത് തുറക്കാൻ വന്നത്. സെക്യൂരിറ്റിക്കാരൊക്കെ ചോദിച്ചു, എന്റെ മുന്നേകാതി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിങ്ങളെ തന്നെയാണല്ലോ കണി കാണുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ലല്ലോ സെക്യൂരിറ്റി ജീവനക്കാരെ. റോഷിപാൽ വരുന്നതുകൊണ്ട് നല്ലൊരു മുഖ്യമന്ത്രി ഇന്നത്തെ ദിവസം കിട്ടാൻ പോകില്ലേ? റോഷിപാലെ കണി കണ്ടുണർന്നാലേ അങ്ങനെ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോഷി, ഞാൻ തിരിച്ചു വരാം.